ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സെക്കൻഡറി ലെവലിൽ, അതായത് 10th NIOS 10th ഇംഗ്ലീഷിൽ 12th ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 12th ചാപ്റ്ററിൻ്റെ പേര് ദ ലാസ്റ്റ് സ്റ്റോൺ മേസൺ എന്നാണ്. അതായത് അവസാനത്തെ കൽപ്പണിക്കാരൻ എന്നാണ് ഈ കഥയുടെ പേരിൻ്റെ അർത്ഥം, ടൈറ്റിലിൻ്റെ അർത്ഥം. പിന്നെ ആദ്യമായിട്ട് ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഈ ചാപ്റ്റർ ആരാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊരു കഥയാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയാണിത്. ഈ കഥ എഴുതിയിരിക്കുന്നത് സിഗ്രൻ ശ്രീവാസ്തവ എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. അപ്പോൾ ഈ സിഗ്രൻ ശ്രീവാസ്തവ എന്ന് പറയുന്ന റൈറ്റർ ജർമ്മൻ ഒറിജിനാണ്. അതായത് ജർമ്മനിയിൽ ജനിച്ചു വളർന്ന ഒരു ലേഡിയാണ്. അവർ പിന്നീട് ഇന്ത്യയിൽ സെറ്റിലാവുകയും അവർ വലിയ ഒരു റൈറ്ററായിട്ട് മാറുകയുമാണ് ഉണ്ടായത്. അപ്പോൾ സിഗ്രൻ ശ്രീവാസ്തവ പ്രധാനമായിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കഥകളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ജനനം 1943 ഇപ്പോൾ അവർക്ക് 78 വയസ്സുണ്ട്, 78 ഇയേഴ്സാണ് അവരിപ്പോഴും ഡൽഹിയിൽ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവർ പ്രധാനമായും ഷീ ഹാസ് റിട്ടൺ ഓവർ 25 ബുക്സ് ഫോർ ചിൽഡ്രൻ, അതായത് 25 മേൽ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. ഷീ ഈസ് എ പെയിൻറ്റർ ആൻഡ് എ സ്കൾപ്റ്റർ. അത് മാത്രമല്ല, അവർ ഒരു ചിത്രകാരിയും കൂടിയാണ്, അവരൊരു ശില്പിയും കൂടിയാണ്. ഇപ്പോഴും അവർ ഡൽഹിയിലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കഥയിലേക്ക് വരാം. ദ ലാസ്റ്റ് സ്റ്റോൺ മേസൺ 13th ചാപ്റ്ററാണ്. അപ്പോൾ ഞാൻ വായിക്കുന്നത് ഓൺലൈൻ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയിട്ടാണ്. അപ്പോൾ ഈ ഓൺലൈൻ സ്റ്റഡി മെറ്റീരിയലിൽ ആദ്യമായിട്ട് തന്നെ ഇൻട്രൊഡക്ഷൻ നമുക്ക് വായിക്കാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. Our traditional arts and crafts, which are an important part of our culture and heritage, are dying out. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള കലകളും ക്രാഫ്റ്റുകളും, അതായത് ഈ കരകൗശല കലകൾ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ കൾച്ചറിൻ്റെ, അതായത് നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഹെറിറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യമാണ്. ഹെറിറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. പക്ഷേ ഇത്തരം കലകളൊക്കെ ക്രമേണ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. വൈ ആർ ദീസ് ട്രഡീഷണൽ ക്രാഫ്റ്റ്സ് ഡൈയിങ് ഔട്ട്? എന്തുകൊണ്ടാണ് ഈ പാരമ്പര്യ കലകൾ നശിച്ചു പോകുന്നത്? മേ ബി ഇറ്റ് ഈസ് ബിക്കോസ് ദ ഹാൻഡിക്രാഫ്റ്റ്സ് ട്രേഡ് ഡസ് നോട്ട് ഫെച്ച് മച്ച് മണി. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു കരകൗശല വ്യാപാരം അധികം പണമൊന്നും ഉണ്ടാക്കി തരില്ല. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ആർട്ടിസൻസ് സ്ട്രഗിൾ ഹാർഡ് ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ്. ആർട്ടിസൻസ് എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം കരകൗശല തൊഴിലാളികൾ എന്നാണ്. അപ്പോൾ ഈ ആർട്ടിസൻസിന് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്താലും അവർക്ക് ജീവിക്കാനുള്ളൊരു വരുമാനം ഇതിൽ നിന്നും കിട്ടുന്നില്ല. മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ അവർ കഷ്ടപ്പെടുന്നുണ്ട്. ദേ ഡോണ്ട് ഹാവ് അഡക്വേറ്റ് മെറ്റീരിയൽ ടു മേക്ക് പ്രോഡക്ട്സ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് അവർക്ക് ഇത്തരം കാര്യങ്ങൾ, ഈ ശില്പങ്ങളും മറ്റും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ റിസോഴ്സുകൾ അവർക്ക് കുറവാണ്, അവർക്ക് ലഭ്യമാകുന്നത്. അത് മറ്റൊരു കാരണമാണ്. ദേ നീഡ് മാർക്കറ്റ്സ് ടു സെൽ ദർ പ്രോഡക്ട്സ് ബട്ട് ദർ ഇസിൻറ്റ് മച്ച് ഡിമാൻഡ് ഫോർ ദർ പ്രോഡക്ട്സ്. അവർക്ക് ഈ പ്രോഡക്ട്സ്, അവരുണ്ടാക്കുന്ന ഈ ഒരു ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് ശരിയായിട്ടുള്ളൊരു മാർക്കറ്റ് ആവശ്യമാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് അധികം ഡിമാൻഡുകൾ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. യങ് ആർട്ടിസൻസ് want to earn more money and are in favor of mass production of items that can be produced quickly rather than ബൈ ഹാൻഡ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് പുതുതലമുറയിൽപ്പെട്ട കരകൗശല തൊഴിലാളികൾക്ക് ഈ വസ്തുക്കൾ മാസ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് താല്പര്യമുണ്ട്. അതായത് വളരെയധികം അളവിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ അത് നടക്കുന്നില്ല. റാദർ ദാൻ അത് നടക്കണമെങ്കിൽ അവർക്ക് മെഷീൻസിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ ചെയ്യേണ്ടി വരും. അതൊന്നും പ്രായോഗികമായിട്ട് നടക്കില്ല. അത് മറ്റൊരു കാരണമാണ്.
ദിസ് മേക്സ് ദം ലീവ് ദർ ഫാമിലി ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി. അപ്പോൾ ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് കുടുംബപരമായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് അവർ ചെയ്തു പോകുന്ന ഈ ഒരു കരകൗശല ഇൻഡസ്ട്രി വിട്ടു പോകാൻ അവർ പ്രേരിപ്പിക്കപ്പെടുകയാണ്. ഷുഡ് ദേ ഡൂ ദിസ്? ഈ ഒരു കാര്യം ശരിയാണോ? അതായത് പാരമ്പര്യമായിട്ട് ചെയ്തു പോകുന്ന ഈ ഒരു കരകൗശല വിദ്യ ഉപേക്ഷിക്കുന്നത് ശരിയാണോ എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. പിന്നെ ഷുഡ് വി ലെറ്റ് ആർ ട്രഡീഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഡൈ ഔട്ട്? നമ്മുടെ പാരമ്പര്യ കലകൾ ഇങ്ങനെ നശിച്ചു പോകാനായിട്ട് അനുവദിക്കേണ്ടതുണ്ടോ? ക്യാൻ വി ഡു എനിത്തിങ് ടു സ്റ്റോപ്പ് ഇറ്റ്? ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു കലയെ സംരക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ദിസ് ലെസൺ വിൽ മേക്ക് യു തിങ്ക് അബൌട്ട് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യും. അബൌട്ട് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ യങ് ആർട്ടിസൻസ് ആൻഡ് വാട്ട് വി നീഡ് ടു ഡു ടു സോൾവ് ദീസ് പ്രോബ്ലംസ്. അപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പുതുതലമുറയിൽപ്പെട്ട കരകൗശല തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയും അതിന് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്തകളുമൊക്കെയാണ് ഈ കഥയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പിന്നെ അതിനുശേഷം ഇവിടെ ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ് വായിച്ചു പോകാം. എക്സ്പ്ലെയിൻ ദ തീം ഓഫ് ദ സ്റ്റോറി. ഈ കഥ നമ്മൾ മനസ്സിലാക്കുന്നു. അനലൈസ് ദ ക്യാരക്ടർ ഓഫ് ദ ഫാദർ ഇൻ ദ സ്റ്റോറി. അതായത് ഈ കഥയിൽ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് ഒരു അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അടുത്തത് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് കോഓപ്പറേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ത്രൂ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു കുടുംബത്തിലുള്ള മെമ്പേഴ്സ് തമ്മിൽ ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. ഈ ഒരു കാര്യം ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനും കോഓപ്പറേഷൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണവും പിന്നെ നല്ല രീതിയിലുള്ള ആശയവിനിമയവും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആശയവിനിമയവും അത്യാവശ്യമാണ്. പിന്നെ ഡെഡ്യൂസ് ദ ഏർജ് ടു ലേൺ ഹെൽപ്സ് ഇൻ മാസ്റ്ററിങ് എ സ്കിൽ. അതായത് ഒരു സ്കില്ല് മാസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത, അതായത് നമ്മളൊരു സ്കില്ല് ഒരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കുമ്പോൾ അത് മാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് അത് കുറച്ചും വക്കും മൂലയും ഒക്കെ പഠിച്ചു വെക്കാതെ അതിനെ ഗഹനമായിട്ട്, അതായത് അത് ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിൽ ആ ഒരു കലയിൽ നമ്മൾ പെർഫെക്ഷനിലേക്ക് വരേണ്ടതുണ്ട്. ഈ ഒരു കാര്യം. പിന്നെ ജസ്റ്റിഫൈ യുവർ പോയിൻ്റ് ഓഫ് വ്യൂ. അതായത് നമ്മൾ എപ്പോഴും മനുഷ്യർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട്, അതായത് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ എങ്ങനെയാണ് നമ്മുടെ ഭാഗം മറ്റൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ എൻഹാൻസ് യുവർ വൊക്കാബുലറി. അപ്പോൾ എല്ലാ ഇംഗ്ലീഷ് ലെസൺസും പഠിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന മറ്റൊരു കഴിവാണ് പദങ്ങളെ പറ്റിയിട്ടുള്ള നോളജ്, അല്ലെങ്കിൽ പുതിയ പുതിയ വാക്കുകൾ പഠിക്കുക എന്നുള്ളത്. അടുത്തത് ഐഡൻറ്റിഫൈ ദ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് വേർബ്സ് എൻഡിങ് വിത്ത് ING. അതായത് INGയിൽ എൻഡ് ചെയ്യുന്ന വേർബ്സ്, ക്രിയകൾ, അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുന്നു. ഗ്രാമർ പാട്ടിലെ കാര്യമാണ് പറയുന്നത്. പിന്നെ യൂസ് ദ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അതുപോലെ തന്നെ ഗ്രാമർ പാട്ടിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ യൂസാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. പിന്നെ യൂസ് അഡ്വേർബ്സ് ഓഫ് മാനർ. പിന്നെ അഡ്വേർബ്സ് ഓഫ് മാനറും നമ്മൾ ഗ്രാമർ പാട്ടിൽ പഠിക്കുന്നുണ്ട്. പിന്നെ റൈറ്റ് എ റിപ്പോർട്ട്. ഒരു റിപ്പോർട്ട് എങ്ങനെ എഴുതണം എന്നും നമ്മൾ പഠിക്കാൻ പോവുകയാണ് അതിൻ്റെ എക്സസൈസിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇനി നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് വരാം. അപ്പോൾ ഈ കഥയുടെ ഇൻട്രൊഡക്ഷനാണ് ഇനി വായിക്കാൻ പോകുന്നത്. എ സ്കൾപ്റ്റർ ലവ്സ് ടു കാർവ് ബ്യൂട്ടിഫുൾ സ്റ്റാച്യൂസ്. അതായത് SCULPTOR, സ്കൾപ്റ്റർ. സ്കൾപ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം ശില്പി എന്നും, എന്നാൽ SCULPTURE, അതായത് സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ ശില്പമെന്നും സ്കൾപ്റ്റർ എന്ന് പറഞ്ഞാൽ ശില്പി എന്നുമാണ് അർത്ഥം. അപ്പോൾ ഈ രണ്ട് വാക്കും ഏതാണ്ട് ഒരുപോലെയാണ് ഇരിക്കുന്നത്, പക്ഷേ ചെറിയൊരു സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. അതിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അർത്ഥവുമുണ്ട്. ശില്പിയും ശില്പവും, അതായത് സ്കൾപ്റ്ററും സ്കൾപ്ചറും.
അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എ സ്കൾപ്റ്റർ ലവ്സ് ടു കാർവ് ബ്യൂട്ടിഫുൾ സ്റ്റാച്യൂസ്. അപ്പോൾ ഒരു ശില്പി മനോഹരമായിട്ടുള്ള പ്രതിമകൾ കാർവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ചെത്തി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. He loves his art and is totally committed to it regardless of his financial difficulties he faces in doing his work. അതായത് ഒരു യഥാർത്ഥ ശില്പി എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ശില്പി തൻ്റെ കലയോട് വളരെയധികം കമ്മിറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ സ്വയം സമർപ്പിച്ചായിരിക്കും തൻ്റെ കലയിൽ മുഴുകിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ശില്പി പണത്തെ പറ്റിയൊന്നും കൂടുതൽ ചിന്തിച്ചെന്ന് വരില്ല. അതായത് വരുമാനത്തെ കാട്ടിലും അവർക്ക് ആ കലയോടുള്ള സമർപ്പണമാണ് അവർക്ക് പ്രധാനം. അടുത്തത്, ലെറ്റ്സ് എൻറ്റർ ഇൻ ടു എ സ്മോൾ വേൾഡ് ഓഫ് ആൻ ഓൾഡ് ആർട്ടിസ്റ്റ് ആൻഡ് സീ വാട്ട് ഹിസ് സൺ ഹാസ് ടു സേ ടു ഹിസ് ഫാദർ. അപ്പോൾ നമ്മൾ കടന്നു പോകാൻ പോകുന്നത് ഒരു ശില്പിയുടെ ചെറിയ ഒരു ലോകത്തിലേക്കാണ്. അപ്പോൾ ഈ ശില്പിയുടെ മകനും ഈ ശില്പിയും തമ്മിൽ എന്ത് സംഭാഷണമാണ് നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ കഥയിലേക്ക് വരുമ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ ഒരു അച്ഛനും മകനുമാണ്. അപ്പോൾ അച്ഛൻ ഒരു നല്ല ശില്പിയാണ്, മകനും ഒരു ശില്പി തന്നെയാണ്. പക്ഷേ ഒരു നല്ല ശില്പി എന്ന് പറയാൻ പറ്റില്ല, കാരണം ചെറിയ ചില പാകപ്പിഴകൾ മകനിൽ ഉണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലെസൺ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദ യങ് മാൻ ത്രൂ ദ ഹാമർ and the chisel to the ground and cried, I am leaving you, father, I am leaving you and your work. Look what it has brought us. അപ്പോൾ ഇവിടെ ഒരു യങ് മാൻ, അതായത് നമ്മുടെ മകനാണ്. അപ്പോൾ ഈ മകൻ എന്താണ് ചെയ്തത്? ത്രൂ ദ ഹാമർ ആൻഡ് ചിസൽ. ഹാമർ എന്ന് പറഞ്ഞാൽ ചുറ്റിക എന്നും ചിസൽ എന്ന് പറഞ്ഞാൽ ഉളി എന്നുമാണ് അർത്ഥം. അപ്പോൾ ഈ ഉളിയും ചുറ്റികയും ഒക്കെ നിലത്ത് വലിച്ചെറിഞ്ഞിട്ട് ഉറക്കെ വിളിച്ച് പറയുകയാണ്, ഐ ആം ലീവിങ് യു ഫാദർ, ഐ ആം ലീവിങ് യു ആൻഡ് യുവർ വർക്ക്. ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് പോവുകയാണ്, ഞാൻ അച്ഛനെ ഉപേക്ഷിച്ച് പോവുകയാണ്, അച്ഛനെയും അച്ഛൻ്റെ ഈ ഒരു പണിയും ഉപേക്ഷിച്ച് ഞാൻ പോവുകയാണ്. ലുക്ക് വാട്ട് ഇറ്റ് ഹാസ് ബ്രോട്ട് us. ഈ ഒരു ജോലി, അതായത് ഈ ശില്പിയുടെ ഈ ഒരു ജോലി എന്താണ് നമ്മൾക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത് എന്നൊന്ന് നോക്കൂ. അടുത്ത പാരഗ്രാഫ്, he spread out his arms, looked at the small congested dark room, the slabs of stone and marble stacked up in one corner, the coat covered with heaps of used clothes. അപ്പോൾ ആ മുറിയെ ഡിസ്ക്രൈബ് ചെയ്യാണ്. അപ്പോൾ ഈ മകൻ സംസാരിക്കുമ്പോൾ 2 കൈയും ഇങ്ങനെ 2 വശത്തേക്കും സ്പ്രെഡ് ചെയ്ത് വളരെ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. ലുക്ക്ഡ് അറ്റ് ദ സ്മോൾ കൺജസ്റ്റഡ് റൂം. അതായത് ഈ മകൻ ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്. എങ്ങനെയുള്ള റൂമാണത്? ചെറിയ റൂമാണ്, കൺജസ്റ്റഡ് ആണ്, അതായത് ഇടുങ്ങിയ റൂമാണ്, ഡാർക്കാണ്, ഇരുണ്ട മുറിയാണ്. ദ സ്ലാബ്സ് ഓഫ് സ്റ്റോൺ ആൻഡ് മാർബിൾ സ്റ്റാക്ഡ് അപ്പ് ഇൻ വൺ കോർണർ. ഒരു മൂലയ്ക്ക് കല്ലിൻ്റെയും മാർബിളിൻ്റെയും സ്ലാബുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ദ കോട്ട് കവേർഡ് വിത്ത് ഹീപ്സ് ഓഫ് യൂസ്ഡ് ക്ലോത്ത്സ്. COT കോട്ട് എന്ന് പറഞ്ഞാൽ കട്ടിൽ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കട്ടിലിൻ്റെ മേളിൽ ഇങ്ങനെ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ദ പെയിൻറ്റ് ഓഫ് വൈറ്റ് വാഷ്ഡ് വാൾസ് ഹാസ് കം ഓഫ്. അപ്പോൾ ചുവരിലെ പെയിൻ്റ് ഒക്കെ ഇളകി പോയിട്ടുണ്ട്. ലുക്ക് വാട്ട് ഇറ്റ് ഹാസ് ബ്രോട്ട് us. അപ്പോൾ മകൻ വീണ്ടും പറയുകയാണ്, നോക്കൂ എന്താണ് അച്ഛൻ്റെ ഈ പണി, നമ്മൾ തുടർന്നു പോകുന്ന ഈ ഒരു പണി നമുക്ക് എന്ത് വരുമാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കൂ. നത്തിങ്. ദ യങ് മാൻ റിപ്പീറ്റഡ് ഇൻ ആങ്കർ. അപ്പോൾ ഈ മകൻ പറയുകയാണ്, നമുക്ക് അത് ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. ദേഷ്യത്തോടു കൂടി വീണ്ടും പറഞ്ഞു. ദിസ് കൈൻഡ് ഓഫ് വർക്ക് ജസ്റ്റ് ഡസൻറ്റ് പേ. ഇത്തരത്തിലുള്ള പണി നമ്മൾക്ക് ഒരു പണവും ഉണ്ടാക്കി തരുന്നില്ല. അടുത്ത പാരഗ്രാഫ്, ദ ഓൾഡ് മാൻ സ്റ്റെയർഡ് അറ്റ് ഹിസ് സൺ. അപ്പോൾ ഈ വയസ്സായ അച്ഛൻ മകനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. ഹിസ് വോയിസ് ദോ ട്രെംബ്ലിംഗ് ഹാഡ് നോട്ട് ലോസ്റ്റ് ഹിസ് യൂഷ്വൽ ജെൻറ്റിൽനെസ്. അപ്പോൾ ഈ വയസ്സായ ശില്പിയുടെ ശബ്ദം ട്രെംബ്ലിംഗ് ആണ്, അതായത് വിറയ്ക്കുന്ന ശബ്ദമാണ്. പക്ഷേ ഇറ്റ് ഹാഡ് നോട്ട് ലോസ്റ്റ് ഇറ്റ്സ് യൂഷ്വൽ ജെൻറ്റിൽനെസ്. ആ ഒരു ശബ്ദത്തിന് അതിൻ്റെ ഒരു ജെൻറ്റിൽനെസ്, അതായത് അതിൻ്റെ ഒരു വളരെ ദയാപൂർണമായിട്ടുള്ള ഒരു സ്വരമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇറ്റ് ഈസ് നോട്ട് ദ മണി അലോൺ ദാറ്റ് മാറ്റേഴ്സ് സൺ,
അപ്പോൾ അദ്ദേഹം പറയുന്നു, പൈസ മാത്രമല്ല പ്രധാനം മകനെ, ഇറ്റ് ഈസ് ദ സർവീസ്, ആർ സർവീസ് ടു ഗോഡ്. ഇതൊരു സർവീസാണ്, അല്ലെങ്കിൽ ഇതൊരു സേവനമാണ്, ദൈവത്തിനോടുള്ള ഒരു സേവനവും പുണ്യപ്രവൃത്തിയും ഒക്കെയാണ് ഈ ഒരു ശില്പങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് ദൈവത്തിൻ്റെ പ്രതിമകളാണ്. അടുത്ത പാരഗ്രാഫ് മകൻ വീണ്ടും പറയുകയാണ്, ഫാദർ, ടൈംസ് ഹാവ് ചേഞ്ച്ഡ് ആൻഡ് സോ ഹാസ് ദ സ്റ്റോൺ മേസൺസ് വർക്ക്. യു കനോട്ട് ലിവ് കാർവിംഗ് സ്കൾപ്ചേഴ്സ് ഫോർ ടെമ്പിൾസ് ഒള്ളി. അപ്പോൾ മകൻ പറയുകയാണ്, അച്ഛ സമയമൊക്കെ കടന്നുപോയി, ടൈംസ് ഹാവ് ചേഞ്ച്ഡ്. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് അച്ഛൻ്റെ പഴയ കാലമൊന്നുമല്ല. ആൻഡ് സോ ഹാസ് ദ സ്റ്റോൺ മേസൺസ് വർക്ക്, അതായത് ഒരു കൽപ്പണിക്കാരൻ്റെ വർക്ക്, അതായത് കല്ലുകൊണ്ട് പ്രതിമ ഉണ്ടാക്കുന്ന ഒരാളുടെ വർക്കും ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. യു കനോട്ട് ലിവ് കാർവിംഗ് സ്കൾപ്ചേഴ്സ് ഫോർ ടെമ്പിൾസ് ഒള്ളി, അതായത് അമ്പലങ്ങൾക്ക് വേണ്ടിയിട്ട് സ്കൾപ്ചേഴ്സ്, അതായത് ഈ പ്രതിമകൾ, ദൈവങ്ങളുടെ പ്രതിമകൾ മാത്രം ഉണ്ടാക്കിയൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. Come on father, you have to mass produce like all the other people in Agra. അപ്പോൾ മകൻ പറയുന്നു, അച്ഛാ നമുക്ക് മാസ് പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് ഈ ദൈവങ്ങളുടെ പ്രതിമകൾ മാത്രമല്ല, മറ്റ് കാര്യങ്ങളും മറ്റ് കൽപ്പണിക്കാരെ പോലെ, അതായത് പുതിയ തലമുറയിൽപ്പെട്ട സ്റ്റോൺ മേസൺസ്, ആഗ്രയിലുള്ള സ്റ്റോൺ മേസൺസിനെ പോലെ നമ്മളും പുതിയ കാര്യങ്ങൾ ചെയ്യണം. മാസ് പ്രൊഡക്ഷനിലേക്ക് നമ്മൾ മാറണം. അടുത്ത പാരഗ്രാഫ്, ദ ലൈൻസ് അറൗണ്ട് ദ ഓൾഡ് മാൻസ് മൗത്ത് ടൈറ്റൻഡ്. ഈ വയസ്സായ അച്ഛൻ്റെ വായ്ക്ക് ചുറ്റുമുള്ള വരകൾ ഒന്ന് ടൈറ്റായി. ഹി സെഡ്, നോ മൈ സൺ, ദിസ് ഇസ് ദ വർക്ക് ഐ ഹാവ് ലേൺഡ് ഫ്രം മൈ ഫാദർ ആൻഡ് ഹീ ഹാഡ് ലേൺഡ് ഫ്രം ഹിസ് ഫാദർ. അപ്പോൾ ഇദ്ദേഹം പറയാണ്, അങ്ങനെയല്ല മകനെ, ഈ പണി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അച്ഛനിൽ നിന്നും സ്വായത്തമാക്കിയതാണ്. എൻ്റെ അച്ഛൻ്റെ അച്ഛനിൽ നിന്നുമാണ് ഈ ഒരു കല നേടിയെടുത്തിരിക്കുന്നത്. വി ഹാവ് കെപ്റ്റ് അപ്പ് ദിസ് ട്രഡിഷൻ ഫോർ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ്. ഞങ്ങൾ ഈ ഒരു ട്രഡിഷൻ, ഈ ഒരു പാരമ്പര്യ കല 100 വർഷങ്ങൾക്ക് മേലെയായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ആൻഡ് ഐ ഹോപ്പ് യു വുഡ് കണ്ടിന്യൂ അവർ വർക്ക്. അങ്ങനെ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു പാരമ്പര്യം നിന്നിലൂടെ നിലനിർത്തി പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നോ ഫാദർ, ദർ ഈസ് സോ മച്ച് മോർ മണി ഇൻ ക്യാൻഡിൽ സ്റ്റാൻഡ്സ്, പേപ്പർ വെയ്റ്റ്സ്, ആഷ് ട്രേസ് ആൻഡ് പ്ലേറ്റ്സ് ഫോർ ടൂറിസ്റ്റ്. അപ്പോൾ മകൻ പറയുകയാണ്, ഈ പ്രതിമകൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കാശ് കിട്ടും എന്തൊക്കെ ഉണ്ടാക്കിയാൽ, ക്യാൻഡിൽ സ്റ്റാൻഡുകൾ ഉണ്ടാക്കിയാൽ, പേപ്പർ വെയ്റ്റുകൾ ഉണ്ടാക്കിയാൽ, ആഷ് ട്രേസ് ഉണ്ടാക്കിയാൽ, പിന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പ്ലേറ്റുകൾ ഉണ്ടാക്കിയാൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇതിനെക്കാട്ടിലും വരുമാനം കിട്ടുന്നുണ്ട്. ദ യങ് മാൻ വാക്ക്ഡ് ഔട്ട് ഓഫ് ദ റൂം ഹാംഗ്രിലി. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ മകൻ ദേഷ്യത്തോടു കൂടി ആ റൂം വിട്ട് പുറത്തേക്ക് പോയി. The old man sat before the half-finished marble statues of Radha and Krishna. അപ്പോൾ ഈ വയസ്സായ അച്ഛൻ വളരെ ദുഃഖിതനായിട്ട് പകുതി ഉണ്ടാക്കി വെച്ച രാധയുടെയും കൃഷ്ണൻ്റെയും മാർബിൾ പ്രതിമയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. He dropped his hands into his lap and closed his eyes. അപ്പോൾ അദ്ദേഹം തൻ്റെ കൈകൾ തൻ്റെ മടിയിൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ണടച്ച് ഇരുന്നു. He was praying. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു. He did not seem to listen to the hesitant goodbye the son called out from the door. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് മകൻ ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് മകൻ ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഗുഡ് ബൈ ഒന്നും കേൾക്കാതെ അച്ഛൻ കണ്ണടച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. He sat still. അദ്ദേഹം അങ്ങനെ തന്നെ അനങ്ങാതെ അവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫ്, മാസ്റ്റർ ജി, സലിം ദ സെർവൻറ്റ് ബോയ് എൻറ്റേർഡ് ദ വർക്ക്ഷോപ്പ്. ആ സമയത്താണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വർക്ക്ഷോപ്പിലേക്ക് മൂന്നാമത്തെ കഥാപാത്രം കടന്നു വരികയാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ കഥാപാത്രത്തിൻ്റെ പേര് സലിം എന്നാണ്. അവനൊരു പയ്യനാണ്, ഓർഫനാണ്, അതായത് അനാഥനാണ്. അപ്പോൾ അവനെ ഏറ്റെടുത്ത് നോക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു ശില്പിയാണ്. അപ്പോൾ സലിം ശില്പിയെ മാസ്റ്റർ ജി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സലിം അവിടേക്ക് കടന്നു വരുന്നു. അപ്പോൾ അവനിങ്ങനെ വിളിക്കുകയാണ്, മാസ്റ്റർ ജി.
ഹിസ് വോയിസ് വാസ് ഫിൽഡ് വിത്ത് കൺസേൺ. അപ്പോൾ ഈ സലിമിന് തൻ്റെ മാസ്റ്റർജിയോട് വളരെയധികം ശ്രദ്ധയാണ്. അപ്പോൾ വളരെ കൺസേൺ ആയിട്ടുള്ള, അതായത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് അവൻ മാസ്റ്റർജിയെ വിളിക്കുന്നത്. ഹി ഹെൽഡ് എ കപ്പ് ഓഫ് ടീ ഇൻ ഹിസ് ഹാൻഡ്. അവൻ്റെ കയ്യിൽ ഒരു കപ്പ് ചായ ഉണ്ടായിരുന്നു. ദ ഓൾഡ് മാൻ ലിഫ്റ്റഡ് ഹിസ് ഹെഡ്. അപ്പോൾ ഈ അദ്ദേഹം പതുക്കെ ഇങ്ങനെ തല പൊക്കി നോക്കി. ഹി ഹാഡ് എ പെയിൽ ഫേസ് ആൻഡ് ലുക്ക്ഡ് ഓൾഡ് ആൻഡ് ടയേർഡ്. അപ്പോൾ ഈ അച്ഛൻ്റെ മുഖം എന്ന് പറയുന്നത് പെയിലായിരുന്നു. പെയിലെന്ന് പറഞ്ഞാൽ വിളറിയ ഒരു മുഖമായിരുന്നു അദ്ദേഹത്തിന് അന്നേരം ഉണ്ടായിരുന്നത്. അപ്പോൾ ഹി ലുക്ക്ഡ് ഓൾഡ് ആൻഡ് ടയേർഡ്. അദ്ദേഹം വളരെ ക്ഷീണിച്ചിരുന്നു, വളരെ പ്രായം ചെന്ന ഒരു മുഖഭാവമായിരുന്നു അദ്ദേഹത്തിന് അന്നേരം. ഹി സെഡ്, സലിം, സൂൺ ഐ വിൽ ബി ദ ലാസ്റ്റ് സ്റ്റോൺ മേസൺ ഹിയർ ആസ് എവ്രി വൺ ഹാസ് ഗോൺ ടു ആഗ്ര. അപ്പോൾ അദ്ദേഹം വിഷമത്തോട് കൂടി സലിമിനോട് പറയുകയാണ്, സലിം, ഉടനെ തന്നെ ഞാനായിരിക്കും ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ ശില്പി. മറ്റുള്ള എല്ലാ ശില്പികളും ആഗ്രയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ്. ലുക്ക്, ഗോപാൽ മൈ സൺ ഹാസ് ഗോൺ ടു. നോക്കൂ, എൻ്റെ മകൻ ഗോപാലും ഇപ്പോൾ എന്നെ ഉപേക്ഷിച്ച് ആഗ്രയിലേക്ക് പോയി. നൗ ഐ വിൽ ഹാവ് ടു ഫിനിഷ് ദിസ് വർക്ക്, ദിസ് സ്കൾപ്ചർ ഓൾ ബൈ മൈസെൽഫ്. ഇനിയിപ്പോൾ ഈ പ്രതിമ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദ ഓൾഡ് മാൻ ലുക്ക്ഡ് അറ്റ് ദ ഓർഫൻഡ് ബോയ് സലിം ആൻഡ് സെഡ്. അപ്പോൾ ഈ വയസ്സായ മനുഷ്യൻ നമ്മുടെ സലിം എന്ന് പറയുന്ന ഈ അനാഥനായ ബാലനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഐ ഹാവ് വെരി ലിറ്റിൽ സ്ട്രെങ്ത്. ഐ കാൺ വർക്ക് വിത്ത് എ ചിസൽ ദ വേ ഐ യൂസ്ഡ് ടു. ഇന്നെനിക്ക് ഒട്ടും തന്നെ ശക്തിയില്ല. ഇത്രയും നാളും ഈ ഉളി കൊണ്ട് കാർവ് ചെയ്തതുപോലെ ഇനിയും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാർവിങ് ടേക്സ് ടു ലോങ് എ ടൈം. എനിക്കിപ്പോൾ കാർവ് ചെയ്യാൻ, അതായത് ഇങ്ങനെ ചെത്തി പ്രതിമ ഉണ്ടാക്കാനായിട്ട് ധാരാളം സമയമെടുക്കുന്നു. ഐ ഹാവ് ടു ഫിനിഷ് ദ വർക്ക് ആൻഡ് ഐ വിൽ. പക്ഷേ എനിക്ക് ഈ വർക്ക്, ഈ ഒരു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ശില്പം എനിക്ക് എന്തായാലും പൂർത്തിയാക്കിയേ പറ്റൂ. ഞാനത് ചെയ്തിരിക്കും. അടുത്ത പാരഗ്രാഫ്, ദ ബോയ് ഓഫേർഡ് ടീ ടു ദ മാൻ ആൻഡ് സെഡ്. അപ്പോൾ സലിം ആ ചായ തൻ്റെ മാസ്റ്റർജിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, പ്ലീസ് ഡ്രിങ്ക് ദിസ്, ഇറ്റ് വിൽ ഡു യു ഗുഡ്. ഈ ചായ കുടിക്കൂ, അപ്പോൾ ഇത്തിരി ക്ഷീണം മാറും. യെസ്, ഐ നോ യു വിൽ ഫിനിഷ് ദിസ് വർക്ക്. തീർച്ചയായിട്ടും താങ്കൾക്ക് ഈ ഒരു വർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അടുത്ത പാരഗ്രാഫ്, ദ ഓൾഡ് മാൻ സൈഡ് ആൻഡ് പിക്ഡ് അപ്പ് ദ ചിസൽ ആൻഡ് ദ ഹാമർ. സൈഡ്, SIGHED. സൈഡ് എന്ന് പറഞ്ഞാൽ ദീർഘനിശ്വാസം വിട്ടു എന്നാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹം ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ആ ഒരു ഉളിയും ഹാമറും കയ്യിലെടുത്തു. He loved his work and didn't want to change it for any other work in the world. അപ്പോൾ ഇദ്ദേഹത്തിന് തൻ്റെ ഈ ഒരു വർക്ക്, അതായത് ശില്പിയുടെ ഈ ഒരു വർക്ക് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ മറ്റ് ഒരു ജോലിയും ഏത് ജോലി ഓഫർ ചെയ്താലും അതിനൊന്നും പോകാൻ ഇദ്ദേഹത്തിന് താല്പര്യമില്ല. ഈ ഒരു ശില്പിയുടെ വർക്കിനോട് അത്രയധികം കമ്മിറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് ഉണ്ട്. ഫോർ ഡേയ്സ് ടുഗെദർ the man worked continuously without taking any rest. അപ്പോൾ അദ്ദേഹം അതിനുശേഷം പല ദിവസങ്ങളിലും ഒട്ടും തന്നെ റെസ്റ്റ് എടുക്കാതെ, ഒട്ടും തന്നെ വിശ്രമിക്കാതെ തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. His one desire was to finish the sculpture which would be his last. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തൻ്റെ ഈ അവസാനത്തെ ഈ ഒരു ശില്പം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. He worked till his hands began to tremble and his shoulders started to ache. അപ്പോൾ അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് പ്രതിമ കാർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He worked till his hands began to tremble. അങ്ങനെ അദ്ദേഹം തൻ്റെ കൈ വിറയ്ക്കാൻ തുടങ്ങുന്നത് വരെ അദ്ദേഹം പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. And his shoulders started to ache. തൻ്റെ ചുമലുകൾ വേദന എടുക്കാൻ തുടങ്ങുന്നത് വരെയും അദ്ദേഹം തൻ്റെ പണി തുടർന്നു കൊണ്ടേയിരുന്നു. ഹിസ് ആംസ് ഗ്രൂ ഹെവി ആൻഡ് ഹിസ് ഐസ് ഗ്രൂ ടയേർഡ്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് വളരെയധികം ഭാരം തോന്നി തുടങ്ങി. പിന്നെ കണ്ണുകൾക്ക് വളരെയധികം ക്ഷീണം അനുഭവപ്പെട്ടു തുടങ്ങി.
ആൻഡ് ദെൻ ഹി കുഡിൻറ്റ് സീ എനിത്തിങ് എനി മോർ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഒന്നും കാണാൻ തന്നെ പറ്റാത്ത ഒരു സ്ഥിതിയായി. അതായത് ഭക്ഷണം ഒന്നും നേരെ കഴിക്കാതെയും വിശ്രമിക്കാതെയും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ എനർജി ഫുള്ള് തീർന്ന് ഇനി ഒട്ടും ജോലി ചെയ്യാൻ പറ്റില്ല എന്നൊരു അവസരം വരെ എത്തി. അറ്റ് ദാറ്റ് മൊമെൻറ്റ് സലിം റിട്ടേൺഡ്. ആ സമയത്താണ് സലിം പുറത്തു നിന്നും വീണ്ടും ആ മുറിയിലേക്ക് കടന്നു വന്നത്. ഹി സോ ദ ഓൾഡ് മാൻ ആൻഡ് ആസ്ക്ഡ് ഹിം ടു ഈറ്റ് സം ഫുഡ്. അപ്പോൾ ഈ ഓൾഡ് മാൻ്റെ അവസ്ഥ കണ്ടപ്പോൾ സലിം അദ്ദേഹത്തിനോട് ഭക്ഷണം കഴിക്കാനായിട്ട് നിർബന്ധിച്ചു. ദ ഓൾഡ് മാൻ വിസ്പേർഡ്. ആ സമയത്ത് ഈ ഓൾഡ് മാൻ വളരെ ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു, ഐ എം നോട്ട് ഗോയിങ് ടു ഫിനിഷ് ഇറ്റ്, ഐ വിൽ നോട്ട് കംപ്ലീറ്റ് ഇറ്റ്. ഞാൻ ഇത് പൂർത്തീകരിക്കുമെന്ന് തോന്നുന്നില്ല, എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇഫ് ഗോപാൽ വാസ് ഹിയർ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഡിഫറെൻറ്റ് ഓൾദോ ഹി വാസ് നോട്ട് എ ഗുഡ് സ്കൾപ്റ്റർ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ മകൻ ഗോപാൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത്തിരി റെസ്റ്റ് കിട്ടിയേനെ, അവൻ ഇത്തിരി എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അവനൊരു നല്ല ഒരു ശില്പിയൊന്നും അല്ല, എന്നാലും അവൻ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. He had difficulty in carving the face and hands properly. എൻ്റെ മകൻ ഗോപാലിനുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവന് കൈകളും മുഖവും നല്ല പെർഫെക്ഷനിൽ കാർവ് ചെയ്യാൻ സാധിക്കില്ല. There was something missing in his fingers. അവൻ്റെ വിരലുകൾക്ക് എന്തോ ഒന്ന് ലാക്ക് ചെയ്യുന്നുണ്ട്. അതായത് അവൻ്റെ വിരലുകൾക്ക് എന്തോ ഒരു മിസ്സിങ് ഉണ്ട്. അതായത് അവന് ഏറ്റവും നല്ല ഒരു ശില്പിയുടെ പെർഫെക്ഷൻ അവന് ഇല്ല. ആൻഡ് ദാറ്റ് സംതിങ് കാൺ ബി ടോട്ട്. ആ ഒരു സംതിങ് അതായത് ആ മിസ് ചെയ്യുന്ന കാര്യം നമുക്കൊരിക്കലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ സലിം വിസ്പേർഡ്. സലിം ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു, ബിക്കോസ് ഇറ്റ് കംസ് ഫ്രം സംവെയർ ഡീപ്പ് ഇൻസൈഡ് യു. ആ ഒരു മിസ് ചെയ്യുന്ന ഘടകം എന്ന് പറയുന്നത് വരേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അതൊരിക്കലും ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് കല എന്ന് പറയുന്നത് നമ്മൾക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടേണ്ടതാണ്, അതൊരിക്കലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യു ആർ റൈറ്റ് സലിം. ആൻഡ് ദെൻ ദ ഓൾഡ് മാൻ ആഡഡ്. അപ്പോൾ ഇദ്ദേഹം സലിമിനോട് പറഞ്ഞു, സലിം നീ പറയുന്നത് ശരിയാണ്, ആ ഒരു ഘടകം ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ടതാണ്, അത് നമുക്ക് ആർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. ആൻഡ് ഇഫ് യു ഡോണ്ട് ഹാവ് ഇറ്റ് ഇൻസൈഡ് യു ദെൻ you would better go to Agra and mass produce ashtrays for the tourist. ആ ഒരു കല നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആഗ്രയിലേക്ക് പോയിട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ആഷ്ട്രേ നിർമ്മിക്കുന്ന പണിയിൽ ഏർപ്പെടണം എന്ന് അച്ഛൻ പറയുകയാണ്. The boy asked Master Ji to eat and after feeling a little better the old man picked up his chisel. അപ്പോൾ ഈ സലിം അദ്ദേഹത്തോട് ഭക്ഷണം കഴിക്കാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് എനർജിയൊക്കെ തിരിച്ചു കിട്ടിയപ്പോൾ അദ്ദേഹം വീണ്ടും പണിയെടുക്കാനായിട്ട് ആ ഒരു ഉളിയും ഹാമറും ഒക്കെ കയ്യിലെടുത്തു. ഇനി ഈ ഒരു ലെസൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.